എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ആ കുക്കിൻ്റെ മറ്റൊരു ഈസി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ബ്രൊക്കോളിയുടെ സ്റ്റിർ ഫ്രൈ ആണ്, ബ്രൊക്കോളി തോരൻ. അതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ബ്രൊക്കോളി വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. ഇത് ക്യാബേജ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഇതിങ്ങനെ ഒരു ലോങ് സ്റ്റോക്ക് പോലെ ഒരു തണ്ട് ഭാഗവും പിന്നെ ഫ്ലോററ്റ്സ് ആയിട്ടാണ് വരുന്നത്. ഏകദേശം കോളിഫ്ലവർ ഒക്കെ പോലെ തന്നെയാണ് ഇത് ഇരിക്കുക. ഇത് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു ഗ്രീൻ ട്രീ ഫോറസ്റ്റ് പോലെ ഉണ്ടാവും ഇത് കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്ലോററ്റ്സ് ഒക്കെ ഒന്ന് അടർത്തിയെടുക്കാം. ഫ്ലോററ്റ്സ് അടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു വെള്ളത്തിൽ സോക്ക് ചെയ്തൊരു ഹാഫ് ആൻ അവർ ഇടാം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കിത് കൈകൊണ്ട് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചോപ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലോററ്റ്സ് ഒന്നും കൂടി ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചോപ്പറിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മളിത് 3 ബാച്ചസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ചോപ്പർ അത്യാവശ്യം ചെറുതാണ്. കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചാൽ ഏത് ചോപ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന്. ഇത് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ചെറിയൊരിതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയത്. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ, അതിനകത്ത് പച്ചമുളകും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ തോരന് തേങ്ങയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തിട്ടുള്ളൊരു രീതിയിലായിരിക്കും നന്നായിട്ട് വരിക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ചെറിയുള്ളി, അല്ലെന്നുണ്ടെങ്കിൽ സവോള ഹാഫ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണം. അത്രയ്ക്ക് മതി. വളരെ ഈസി ആയിട്ട് ഇനി എല്ലാ തോരനും ഉണ്ടാക്കുന്നത് പോലെ നമുക്കിതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അല്ല ഒലിവ് ഓയിൽ ഉപയോഗിച്ചിട്ട് ചെയ്താലും വളരെ നല്ലതാണ് കേട്ടോ. ഇത് സ്റ്റീം ചെയ്തും ഇങ്ങനെ സ്റ്റിർ ഫ്രൈ ആയിട്ടും റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കും. വളരെ നല്ലൊരു വെജിറ്റബിൾ ആണ് കേട്ടോ. അപ്പോൾ കടുകൊക്കെ സ്പ്ലിറ്റായി വന്നതിന് ശേഷം നമ്മൾക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൊക്കോളി ഫുൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ആവി വരാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. കാണാൻ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കറിവേപ്പിലയും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സ്റ്റീം വന്നതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും പറയുന്നത് പോലെ നടുക്കൊരു ചെറിയ സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ തേങ്ങ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ തേങ്ങയിലൊന്ന് ആവി വരണോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ അതിനു മുമ്പ് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഒനിയനൊക്കെ പെട്ടെന്ന് സ്റ്റീമിൽ കുക്കായി വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ആദ്യമേ വേവിക്കാൻ വെക്കണതിന് മുമ്പ് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ബ്രൊക്കോളി തോരൻ റെഡി ആയിരിക്കുകയാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ ഡിഷാണ്. പിള്ളേർക്കൊക്കെ വളരെ നല്ലതായിരിക്കും. ഈ ബ്രൊക്കോളിയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിച്ച് ഇൻ വൈറ്റമിൻ സി, കെ, പിന്നെ ഫോളേറ്റ് റിച്ചാണ്, കാൽഷ്യം, പൊട്ടാഷ്യം, ഫൈബർ റിച്ചാണ്. പിന്നെന്താ, ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല വെജിറ്റബിൾ ആണ്. നമ്മുടെ ഡെയിലി നമ്മുടെ ലഞ്ചിലൊക്കെ അല്ലെങ്കിൽ ഡിന്നറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതിൽ. ബ്രൊക്കോളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തൊരു ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു ഈസി സിമ്പിൾ റെസിപ്പി ആയിട്ട് അടുത്ത ഹോം കുക്കിംഗ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.